ഗവൺമെന്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് സ്വതന്ത്ര യൂണിയൻ GHWSU പ്രഥമ സംസ്ഥാന സമ്മേളനം ആലുവ FBOA സെൻട്രൽ ഹാളിൽ കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജിയുമായ അനിൽ K. ഭാസ്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സംഘടനയ്ക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്, ആ കർത്തവ്യങ്ങളും എല്ലാം നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ കോടതികളിലാണ് നമ്മളൊരു പ്രശ്നം വന്നാൽ പരിഹരിക്കേണ്ടത്. നിങ്ങളുടെ നോട്ടീസിൽ ആമുഖത്തിൽ തന്നെ കണ്ടു, നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതകളുടെയും യൂണിഫോമിന്റെ പ്രശ്നങ്ങളും അലവൻസിന്റെ ആയാലും മറ്റ് അലവൻസിന്റെ കാര്യത്തിലായാലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംഘടന, പല സംഘടനകളുണ്ട്, ഒരു സ്വതന്ത്ര സംഘടന രൂപീകരിച്ചതെന്ന് കണ്ടു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ നിയമത്തിന്റെ കാര്യങ്ങളും കൂടി കുറച്ച് പറയുന്നത്. അപ്പൊ നമ്മൾക്കറിയാം, നമുക്കൊരു ഭരണഘടനയുണ്ട് അല്ലേ? ആ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ ഭരണഘടനയുടെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഈ രാജ്യം തന്നെ ആരുടെയൊക്കെയാണ് അത് ഡിക്ലെയർ ചെയ്യാണ്. ആരുടെയാണ് ഈ രാജ്യം? അതായത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഒരു മതത്തിന്റെ മാത്രം ആൾക്കാരുടെ രാജ്യമാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു റീജിയനിലുള്ള ആൾക്കാരുടെ മാത്രമാണ്, അവരാണ് ഫസ്റ്റ് സിറ്റിസൺ, ബാക്കിയുള്ളവരെല്ലാം രണ്ടാം ഇടക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നു എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ നമ്മളെല്ലാവരും കൂടി നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പുതിയ ഇന്ത്യ. അപ്പോ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുപോലെ നമുക്കൊക്കെ അറിയാം, ഭരണഘടന പറയുന്നു എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നീതിക്ക് അവകാശമുണ്ട്, നിയമത്തിന് മുമ്പിൽ നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും കിട്ടാൻ അർഹതയുണ്ട്, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ച് തന്നെയാണോ യാഥാർത്ഥ്യം? എല്ലാവരും തുല്യരായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള അകൽച്ച ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, സമൂഹത്തിൽ ഉന്നത ഒരു സ്ഥാനത്തിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള സമത്വവും നിലവിലുള്ള സമത്വവും തമ്മിൽ അന്തരമുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കേരള ലീഗൽ സർവീസ് അതോറിറ്റീസ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ എന്തുകൊണ്ടാണ് വന്നത് എന്നും അതിന്റെ ഉദ്ദേശത്തിന്റെ പ്രാധാന്യവും മനസ്സിലാവുക. അപ്പോ ഈ ലീഗൽ സർവീസ് അതോറിറ്റീസ്, ഇപ്പൊ നിങ്ങൾക്ക് കോടതിയിൽ ആർക്കും കയറി ചെല്ലാം അല്ലേ? ആർക്കും കേസ് കൊടുക്കാം. പക്ഷെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ ഒരു വക്കീലിന്റെ സഹായം ഇല്ലാതെ പറ്റുമോ? ആ നിയമത്തെ പറ്റി ഒരു അറിവില്ലാതെ പറ്റുമോ? അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഒരു മാർജിനലൈസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസ് ഉള്ളവർക്ക് സഹായം കൊടുക്കുക എന്നാണ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ അതോറിറ്റിയുടെ കർത്തവ്യം. നിയമപരമായിട്ടുള്ള എന്ത് സഹായങ്ങൾക്കും ഞങ്ങളെ സമീപിക്കാമെന്നും ഈ അവസരത്തിൽ പറയുന്നു. നിങ്ങളുടെ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി രൂപീകരിച്ചു അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവരും എന്താ പറയുക, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച നേടിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു സ്വാർത്ഥതയൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇത് തുടക്കത്തിൽ തുടങ്ങുന്ന ആദ്യത്തെ സമ്മേളനം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നവരും ഭാരവാഹികളും പ്രവർത്തകരും അങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷം തന്നെയാണ് ഞാൻ കാണുന്നത്. ആ സന്തോഷം ഇനിയും കുടുംബജീവിതത്തിലായാലും നമ്മുടെ സർവീസ് ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവനക്കാരായ ഹോസ്പിറ്റൽ വർക്കേഴ്സ് യൂണിയൻ്റെ ഇടയിലുള്ള അവരുടെ പ്രൊമോഷൻ പോസ്റ്റുകൾ ഇല്ലാതാക്കുക, അതുപോലെയുള്ള ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, അതിൽ നമ്മുടെ ജീവനക്കാർക്ക് വരുന്ന പല പ്രശ്നങ്ങളും അവതരിപ്പിക്കുക, സർക്കാരിൻ്റെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇത്രയും കാലങ്ങളായി നമ്മൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന പല അവകാശങ്ങൾ ലീവ് സെൻറ്ററും
അതുപോലെയുള്ള നമ്മുടെ പോസ്റ്റുകൾ പലതും എടുത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ പുനഃക്രമീകരിച്ചുകൊണ്ട് ജീവനക്കാരെ പിന്നെ ലീവ് സറണ്ടർ, നിഷേധിച്ച ലീവ് സറണ്ടർ, ഇതൊക്കെ നമ്മുടെ ജീവനക്കാർക്ക് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന സ്വതന്ത്ര സംഘടനയായി രൂപം നൽകിയിട്ടുള്ളത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ യൂണിഫോം അലവൻസ് വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, കൂടാതെ നമ്മുടെ നിരവധി പ്രൊമോഷൻ പോസ്റ്റുകൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്, അവ പുനഃസ്ഥാപിക്കുക, കൂടാതെ റിസ്ക് അലവൻസ് വർദ്ധിപ്പിക്കുക. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് റിസ്ക് അലവൻസ് ഉണ്ട്, എന്നാൽ കേരള സർക്കാരിൻ്റെ നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് റിസ്ക് അലവൻസ് നിലവിലില്ല, അത് അനുവദിക്കുക. അതേപോലെ തന്നെ ഭിന്നശേഷി ജീവനക്കാർക്ക് കൺവെയൻസ് അലവൻസ് അത് 3000 രൂപയായി വർദ്ധിപ്പിക്കുക. അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ച് നമ്മൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും സമർപ്പിക്കാനായി 13ഓളം പ്രധാന ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയമായി അംഗീകരിച്ചു. യൂണിഫോം അലവൻസ് 7500 രൂപയായി വർദ്ധിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അഷ്യൂർഡ് പെൻഷൻ സ്കീമാണ് തുടരുന്നതെങ്കിൽ സർവീസ് കാലയളവ് നോക്കാതെ കുറഞ്ഞ പെൻഷൻ 15000 രൂപ ആക്കുക, റിസ്ക് അലവൻസ് അനുവദിക്കുക, കൺവെൻസ് അലവൻസ് 3000 രൂപയായി വർദ്ധിപ്പിക്കുക, സ്റ്റാഫ് പാറ്റേൺ പുതുക്കി നിശ്ചയിക്കുകയും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ 3 ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കുകയും ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും സമ്മേളനം തീരുമാനിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് സ്വതന്ത്ര യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് നിമ ഹേലൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മനോജ് MJ, സംസ്ഥാന ട്രഷറർ ബിനു ഇടുക്കി, കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.